അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ എം.കെ. റാമിനെ വിശദമായി ചോദ്യം ചെയ്തു. നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്ന് മൊഴി. കുടകിൽ വെച്ച് ക്രൈംബ്രാഞ്ച് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യാ പ്രേരണയിൽ ബന്ധമുള്ളതിനാലാണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്തതെന്ന് ക്രൈംബ്രാഞ്ച് എസ്.പി. കെ.വി. വേണുഗോപാൽ പറഞ്ഞു. നിതിൻ രാജ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രതി ഡോക്ടർ റാമിനെ ഇന്ന് 9:20 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ സുധീർ അറസ്റ്റ് ചെയ്ത വിവരം നമ്മൾ അറിയിക്കുകയാണ്. ബാക്കി അറസ്റ്റിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറിനെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർണാടകയിലും ആന്ധ്രയിലുമായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പാകെയുള്ള വിഷയമാണ്. ഇതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. കോടതി മുമ്പ് ഹാജരാക്കേണ്ട പ്രതിയാണ്. ബാക്കി പ്രൊസീജിയർ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയത്. നമ്മൾ കേസിൻ്റെ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി രാഷ്ട്രീയ പരിഗണന മറ്റിതിനകത്ത് വിഷയമല്ല. പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആണല്ലോ. അക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അക്കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് വരികയാണ്. മനോജ് മേൽശ്ശേരിയാണ് വിവരങ്ങളുമായി. മനോജ്, നിതിൻ രാജിനെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. എത്രത്തോളം വിശ്വസനീയമാണ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? പ്രതിഭ, ഡോക്ടർ എം.കെ. റാമിനെ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ആരോപണങ്ങളൊക്കെ തന്നെ റാം നിഷേധിക്കുന്നു എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നേരത്തെ കോടതിയിൽ എന്താണോ ഡോക്ടർ എം.കെ. റാം പറഞ്ഞത് അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെയും ഇപ്പോൾ ഡോക്ടർ എം.കെ. റാം പറയുന്നത്. അതായത് ഒരു തരത്തിലും നിതിൻ രാജിനെ മാനസികമായി താൻ പീഡിപ്പിച്ചിട്ടില്ല. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ തൻ്റെ കടമ നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് ഡോക്ടർ എം.കെ. റാം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. ആ കാര്യത്തിൽ നിന്നും ഒരു തരത്തിലും അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല. പല തെളിവുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ മൊഴികൾ ഇത് ഡോക്ടർ എം.കെ. റാമിന് ക്രൈംബ്രാഞ്ച് സംഘം വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിൽ പോലും ഡോക്ടർ എം.കെ. റാം പറയുന്നത് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ഏത് രീതിയിലൊക്കെ തിരുത്തണമോ ആ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു ആത്മഹത്യയിലേക്ക് ആ വിദ്യാർത്ഥിയെ നയിക്കുക എന്നതിലേക്ക് തൻ്റെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള ഒരു കാര്യവും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് റാം പറയുകയാണ്. നേരത്തെ ജാമ്യാപേക്ഷയിലും ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ജാതി അധിക്ഷേപം എന്ന മറ്റൊരു കേസ് കൂടി ഡോക്ടർ എം.കെ. റാമിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അതും എങ്ങനെയാണ് നിലനിൽക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഡോക്ടർ എം.കെ. റാം നേരിട്ട് അന്വേഷണ സംഘത്തോട് ചോദിക്കുന്നത്. താനും അതേ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ താൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ജാതി അധിക്ഷേപം നടത്തുക എന്നുള്ളൊരു ചോദ്യമാണ് ഡോക്ടർ എം.കെ. റാം ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണ സംഘം ഏതാണ്ട് 2 മണിക്കൂറിലധികം ആയി ഡോക്ടർ എം.കെ. റാമിനെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ അന്വേഷണവുമായി ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥിയായ നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിൽ വലിയ വിവാദമായിരുന്നു. ഇത് മാനസികമായ പീഡനം, അതോടൊപ്പം തന്നെ ജാതി അധിക്ഷേപം ഇതൊക്കെ നേരിട്ടതിൻ്റെ ഫലമായാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു കുടുംബത്തിൻ്റെ ആക്ഷേപം. മറ്റൊരു ഘട്ടത്തിൽ ഇത് ഒരു കൊലപാതകമാണ് എന്നുവരെയുള്ള ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. അതായത് ഒരിക്കലും നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. തൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് നിതിൻ രാജിൻ്റെ അച്ഛൻ രാജൻ പറഞ്ഞിരുന്നത്. മാധ്യമങ്ങളോടുമൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അഞ്ചരക്കണ്ടി
ദന്തൽ കോളേജിൽ എത്തി ആ മരണം നടന്ന സ്ഥലത്ത് പോയപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് രാജൻ ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. തൻ്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇതൊരു കൊലപാതകമാണ് എന്നൊരു ആക്ഷേപം വരെ കുടുംബം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അത്തരം ആക്ഷേപങ്ങൾ ഒക്കെ ഉയർന്ന സാഹചര്യം. ഇതൊക്കെ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും ഡോക്ടർ എം കെ റാമിനോട് ചോദിച്ചത്. ഈ ചോദ്യം ചെയ്യലിലാണ് തൻ്റെ കുറ്റങ്ങളൊക്കെ തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു മൊഴി ഡോക്ടർ എം കെ റാം നൽകുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഡോക്ടർ എം കെ റാമിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. നേരത്തെ പോലീസാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തിയിരുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ക്രൈംബ്രാഞ്ചിലേക്ക് കേസന്വേഷണം വിട്ടത്. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ എം കെ റാമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ നടത്തിയിരുന്നു. അതിൽ കണ്ടെത്തിയ പല കാര്യങ്ങളുമുണ്ട്. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഡോക്ടർ എം കെ റാമിന്റെ പ്രധാനപ്പെട്ട വാദം. അതായത് ചതിയിൽ പെട്ടുപോയി നിതിൻ രാജ്, അതാണ് ഈ ആത്മഹത്യക്ക് കാരണം എന്ന ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഈ ചോദ്യം ചെയ്യലിലും ഡോക്ടർ എം കെ റാം എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ഈ നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു മാനസിക പീഡനം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിലും ഡോക്ടർ എം കെ റാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എം കെ റാമിന് വിനയായി മാറിയത് അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു മൊഴി തന്നെയാണ്. ഡോക്ടർ എം കെ റാം ക്ലാസ് മുറിയിലടക്കം വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപം നടത്താറുണ്ട് എന്നുള്ള ഒരു മൊഴി വിദ്യാർത്ഥികൾ നൽകിയിരുന്നു. ഇതാണ് ഡോക്ടർ എം കെ റാമിന് ഏറ്റവും വിനയായി മാറിയ മൊഴിയും. കോടതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യം മുമ്പാണ് സുപ്രീം കോടതി ഡോക്ടർ എം കെ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത്. അപ്പോഴും വിനയായി മാറിയത് ഈ മൊഴികൾ തന്നെയാണ്. അതായത് സഹപാഠികൾ വിദ്യാർത്ഥികൾ നൽകിയ മൊഴി, ആ മൊഴി എന്ന് പറയുന്നത് ഡോക്ടർ എം കെ റാം ക്ലാസ് മുറിയിൽ വെച്ച് അധിക്ഷേപിക്കുന്ന തരത്തിൽ, മാനസികമായി പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആശുപത്രിയിൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഡോക്ടർ എം കെ റാമിനെ കൊണ്ടുപോകും. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക. ഡോക്ടർ എം കെ റാമിന്റെ അഭിഭാഷകൻ ലത്തീഫ് ബടകന്നൂർ അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. നേരത്തെ ലത്തീഫ് ബടകന്നൂർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് എം കെ റാമിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് എന്തായാലും ഡോക്ടർ എം കെ റാമിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ അദ്ദേഹം ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് കുടകിൽ വെച്ച് ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രതിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലും അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ കേസുമായി ഡോക്ടർ എം കെ റാമിന് ബന്ധമുള്ളത് കൊണ്ടാണ് ഈ കേസിൽ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി അതായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. ഈ കേസുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് കടന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ലോൺ ആപ്പുമായി നേരത്തെ 4 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നോയിഡയിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഈ
ഈ പ്രതി ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട, അതായത് നിതിൻ രാജ് ഉൾപ്പെടെയുള്ള ആളുകളെ ചതിയിൽ വീഴ്ത്തിയ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം അതും കൃത്യമായി തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ഈ ഡോക്ടർ എം കെ റാമുമായി ബന്ധപ്പെട്ട, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ഒന്നാം പ്രതിയാണ് ഡോക്ടർ എം കെ റാം. ഡോക്ടർ എം കെ റാം 3 മാസമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയാണ്. സുപ്രീം കോടതിയും ജാമ്യ ഹർജി തള്ളിയതോടെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അങ്ങനെ ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നിരന്തരം യോഗം ചേരുകയും അങ്ങനെ ഈ പ്രതിയുടെ ഒളിത്താവളം കണ്ടെത്താൻ വേണ്ടി പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ കുടകിൽ വെച്ചാണ് ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡോക്ടർ എം കെ റാം ഈ ചോദ്യം ചെയ്യലിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കുറ്റങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. നേരത്തെ കോടതിയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ വീണ്ടും ഈ ചോദ്യം ചെയ്യലിൽ പറയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി സാക്ഷിമൊഴികളുണ്ട് ഡോക്ടർ എം കെ റാമിനെതിരെ. ഡോക്ടർ സംഗീത നമ്പ്യാർക്കെതിരെ ആ രീതിയിലുള്ള സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രണ്ടാം പ്രതിയായ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡോക്ടർ എം കെ റാമിന് വിനയായിട്ടുള്ളത് സഹപാഠികളുടെ, നിതിൻ രാജിന്റെ സഹപാഠികളുടെ മൊഴിയാണ്. നിരവധി മൊഴികളാണ് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉള്ളത്. അപ്പോൾ അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ മുൻകൂർ ജാമ്യം തള്ളിയത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. ഡോക്ടർ എം കെ റാമിനെതിരെ സാക്ഷിമൊഴികളുണ്ട്. ക്ലാസ് മുറിയിൽ വെച്ചടക്കം നിരവധി തവണ അധിക്ഷേപം നടത്തിയതായി പരാതികളുണ്ട്. ആ പരാതി അവഗണിക്കാൻ കഴിയില്ല. ഇതൊക്കെ നടന്നത് ഈ നിതിൻ രാജ് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്തത്. അതിനും 1 മാസം മുമ്പാണ് ഇത്തരത്തിൽ ഒരു അധിക്ഷേപം നടന്നിട്ടുണ്ടെങ്കിൽ അത് നടന്നത്. അത് ഒരു തരത്തിലും ഈ ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണമാകില്ല എന്നാണ് ഡോക്ടർ എം കെ റാമിന്റെ അഭിഭാഷകർ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോഴാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. എന്തായാലും ഡോക്ടർ എം കെ റാം ജയിലഴിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഡോക്ടർ എം കെ റാമിന്റെ അഭിഭാഷകൻ പറയുന്നത് അന്വേഷണവുമായും പൂർണ്ണമായും സഹകരിക്കും. നമ്മൾ നേരത്തെ കോടതിയിൽ കീഴടങ്ങാൻ തീരുമാനിച്ചിരുന്നതാണ്. കോടതിയിൽ കീഴടങ്ങാൻ പോകണം എന്ന് ഇന്ന് തീരുമാനിച്ചതാണ്. അതിനിടയിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡോക്ടർ എം കെ റാമിന്റെ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും ഡോക്ടർ എം കെ റാം ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ലത്തീഫ് ബടകന്നൂർ ചെയ്തിട്ടുള്ളത്. ഒരു തരത്തിലും എം കെ റാമിന്റെ ഭാഗത്തു നിന്നും ജാതി അധിക്ഷേപം ഉണ്ടായിട്ടില്ല. ഇതൊരു ഫ്രെയിം ചെയ്ത കേസാണ്, ഇത് കെട്ടിച്ചമച്ച കേസാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ എം കെ റാമിന്റെ അഭിഭാഷകൻ. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഉണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം മുന്നോട്ട് തന്നെ പോവുകയാണ്. ഡോക്ടർ എം കെ റാമിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. പ്രതിഭ.